ഹലോ ഗൈസ്, നമ്മളിന്ന് നൂഡിൽസാണ് ഉണ്ടാക്കാൻ അപ്പോൾ പോകുന്നത്. ഗൈസ് നമ്മുടെ നൂഡിൽസിന് വേണ്ടി നമ്മൾ കുക്ക് ചെയ്ത നൂഡിൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ഇത് മൂന്നും നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഒണിയൻ, പിന്നെ എഗ്ഗ്, ടൊമാറ്റോ ഇത് മൂന്നും വേണം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വരണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് വരട്ട് കുറച്ചെടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇടാം. അതും നമുക്ക് അതേപോലെ വരച്ച് കുറച്ചെടുക്കാം. കാരണം എന്നാലും നമുക്ക് അതിൽ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് വരച്ച് എൻ്റെ വായിൽ വരത്തുണ്ടേ. അപ്പോൾ ഞാൻ കുഴട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അങ്ങനെ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഉറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അതൊന്ന് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിലുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം, ക്യാരറ്റും അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം, കുഴച്ചെടുക്കണം. പിന്നെ ബാക്കി വന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വെജിറ്റബിൾസ് മിക്സ് ചെയ്യാം. പിന്നെ സോസ്, ചില്ലി സോസും സോയാ സോസും. പിന്നെ നമ്മൾ സോയാ സോസ് ആദ്യം ഇട്ട് കൊടുത്തു, പിന്നെ ചില്ലി സോസ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് വേണം. ടൊമാറ്റോ സോസ് ഞങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. വേറൊരു പാനിലേക്ക് ഓണിയനും പിന്നെ നൂഡിൽസ് പൗഡറും കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്ത് അതും നമുക്ക് മാഗിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു പാനിലേക്ക് ഒണിയനും 2 എഗ്ഗും നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എഗ്ഗ് ഇതും കൂടെ പിന്നെ നമ്മുടെ നൂഡിൽസിലേക്ക് കറി ലീഫും കൂടെ ചേർത്തു. അപ്പം ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ് കേട്ടോ. സെറ്റ് സാധനമായിരുന്നു, അടിപൊളി. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.